70ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. 39 ഭാഷകളിൽ നിന്നായുള്ള ഏറ്റവും മികച്ച സിനിമകൾ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരസ്കാര പ്രഖ്യാപനത്തിലേക്ക് കടന്നത്. മികച്ച നടനെ ഋഷഭ് ഷെട്ടിയെ തിരഞ്ഞെടുത്തു. അവസാന ഘട്ടം വരെ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമായിരുന്നു മത്സരത്തിൽ. കാന്താര എന്ന ചിത്രത്തിനാണ് ഋഷഭ് ഷെട്ടിക്ക് പുരസ്കാരം ലഭിച്ചത്. ചിത്രത്തിന്റെ സംവിധായകൻ ഋഷഭ് ഷെട്ടി തന്നെയായിരുന്നു. നൻപകൽ നേരത്തുമയക്കം, റോഷാക്ക് എന്നീ ചിത്രങ്ങളുടെ അഭിനയം പരിഗണിച്ചാണ് മമ്മൂക്ക നോമിനേഷനിൽ എത്തിയത്. അവസാന നിമിഷം എന്നാ താൻ കേസോട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കുഞ്ചാക്കോ ബോബന്റെ പേരും പരാമർശിക്കപ്പെട്ടിരുന്നു. തിരുച്ചിന്താരമ്പലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നിത്യ മേനോനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത്. ദേശീയ പുരസ്കാരത്തിൽ തുടങ്ങിയ മറ്റു 2 സിനിമകൾ തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളക്കയും ആനന്ദ് അഗർസി സംവിധാനം ചെയ്ത ആട്ടവുമാണ്. മികച്ച സിനിമ, മികച്ച എഡിറ്റർ, മികച്ച തിരക്കഥ എന്നീ പുരസ്കാരങ്ങളാണ് ആട്ടത്തിന് ലഭിച്ചിരിക്കുന്നത്. മികച്ച റീജിയണൽ ഫിലിമിന്റെ കാറ്റഗറിയിൽ മലയാളത്തിൽ നിന്നുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളാക്കയാണ്. മികച്ച ഗായികക്കുള്ള പുരസ്കാരം സൗദി വെള്ളാക്കയിലെ പാട്ടുപാടിയത് ബോംബെ ജയശ്രീക്ക് ലഭിച്ചു. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം മാളികപ്പുറം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീപത്തിന് ലഭിച്ചു. ദേശീയ പുരസ്കാരത്തിൽ ഏറ്റവും അധികം തിളങ്ങിയത് മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയിൻ സെൽവൻ പാർട്ട് 1 എന്ന ചിത്രം തന്നെയാണ്. മികച്ച തമിഴ് സിനിമ, മികച്ച സംഗീത സംവിധായകൻ, മികച്ച ഛായാഗ്രഹൻ തുടങ്ങിയ പുരസ്കാരങ്ങളെല്ലാം പൊന്നിയിൻ സെൽവൻ സ്വന്തമാക്കി. അതേസമയം മികച്ച കന്നഡ സിനിമയെ തിരഞ്ഞെടുക്കപ്പെട്ടത് KGF ചാപ്റ്റർ 2 ആണ്.